ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കഴിവാണോ അതോ നിങ്ങളുടെ സ്വഭാവമാണോ ജീവിതത്തിൽ കൂടുതൽ വിജയം നേടിത്തരുന്നത്? സ്വഭാവമാണ്. കാരണം ലോകം പ്രവർത്തിക്കുന്നത് കൊടുക്കൽ വാങ്ങൽ എന്ന നിയമത്തിലാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നുവോ അത് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അത് സ്നേഹമാവാം, ബഹുമാനമാവാം, വഞ്ചനയാവാം. നിങ്ങൾ വിതയ്ക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് കൊയ്യാനാകൂ. നിങ്ങളുടെ സാമ്പത്തിക ഭാവിയും ബിസിനസ് വിജയവും എങ്ങനെയാണ് നിങ്ങളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. ഒരു നിമിഷത്തെ ദേഷ്യപ്രകടനം ഒരുപക്ഷെ 1000 നിമിഷത്തെ കുറ്റബോധം നമുക്ക് സമ്മാനിച്ചേക്കാം. അതുകൊണ്ട് ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും കരുതലോടെയാവണം. മറ്റുള്ളവരെ പരിഹസിക്കരുത്. ന്യൂനതകളില്ലാത്ത മനുഷ്യരില്ല. എല്ലാം തികഞ്ഞവരായി ദൈവം ആരെയും സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവരിലും കുറവുകളുണ്ട്. ആ കുറവുകളെ ചൂഷണം ചെയ്യാനോ പരിഹസിക്കാനോ ഉള്ള അവകാശം നമുക്കില്ല. ബഹുമാനം നൽകിയാൽ മാത്രമേ നമുക്ക് ബഹുമാനം ലഭിക്കൂ. നിങ്ങളുടെ ചിന്തകളാണ് ആദ്യം മാറേണ്ടത്. ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി എന്ന തോന്നലാണ് പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. ഈ ലോകം വലിയൊരു പാഠശാലയാണ്. എല്ലാവരിൽ നിന്നും പഠിക്കുക, എന്നാൽ ആരെയും അന്ധമായി പിന്തുടരാതിരിക്കുക. ബിസിനസ്സിൽ നിങ്ങളുടെ അറിവിനേക്കാൾ പ്രധാനം നിങ്ങളുടെ വിനയമാണ്. അഹങ്കാരം എത്ര കുറയുന്നോ നിങ്ങളുടെ ബിസിനസ് അത്രയും വർദ്ധിക്കും. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകം പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ഞാൻ അഹങ്കാരിയായിരുന്ന സമയത്തൊക്കെ എനിക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അഹങ്കാരമുള്ളപ്പോൾ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ പ്രധാനമല്ല എന്ന് ഞാൻ വിശ്വസിക്കും. പലരും അവരുടെ അറിവില്ലായ്മയെ മൂടിവെക്കാനാണ് അഹങ്കാരത്തെ ഒരു മറയായി ഉപയോഗിക്കുന്നത്. ഇനി ധനകാര്യത്തിലേക്ക് വരാം. ദി സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകം പറയുന്നത് ശ്രദ്ധിക്കുക. പണം സമ്പാദിക്കണമെങ്കിൽ നിങ്ങളുടെ അഹങ്കാരവും വരുമാനവും തമ്മിലുള്ള അന്തരം നിങ്ങൾ സൂക്ഷിക്കണം. എത്ര തന്നെ വരുമാനമുണ്ടെങ്കിലും ഇന്ന് തന്നെ അത് ചെലവഴിച്ച് ആഹ്ലാദിക്കുവാനുള്ള ത്വര നിയന്ത്രിച്ചില്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കുക അസാധ്യമാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. സമ്പാദ്യം കൂട്ടാനുള്ള ഏറ്റവും മികച്ച വഴി വരുമാനം വർദ്ധിപ്പിക്കലല്ല, നിങ്ങളുടെ വിനയം വർദ്ധിപ്പിക്കലാണ്. സത്യസന്ധതയും വിശ്വസ്തതയും ഓരോരുത്തർക്കും ആവശ്യം വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളെയാണ്. സത്യസന്ധതയ്ക്ക് പകരം വെക്കാൻ മറ്റൊന്നിനുമാവില്ല. കയ്പാണെങ്കിലും സത്യം മാത്രം പറയുക. സത്യം പറയുന്നതിലൂടെ ഒരു വലിയ ഗുണമുണ്ട്. എല്ലായ്പ്പോഴും സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഓർത്തുവെക്കേണ്ടി വരില്ല. നുണകൾക്ക് മാത്രമാണ് ഓർമ്മയും മറയും ആവശ്യമുള്ളത്. വിധിയെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല, എന്നാൽ സ്വഭാവത്തെ നമുക്ക് മാറ്റാം. ആ മാറ്റം നിങ്ങളുടെ വിധിയെ മാറ്റിമറിക്കും. ബിസിനസ് നല്ല രീതിയിൽ നടക്കുമ്പോൾ എളിമ നിലനിർത്താനും അല്ലാത്തപ്പോൾ ക്ഷമയും അനുകമ്പയും കൈവിടാതെ ഇരിക്കാനും ശ്രദ്ധിക്കുക. യഥാർത്ഥത്തിൽ വിനയം, ദയ എന്നിവയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം നേടിത്തരുക. ചുരുക്കി പറഞ്ഞാൽ ബിസിനസ് ഒരു കൃത്യമായ ശാസ്ത്രത്തെ അനുസരിക്കുന്നില്ല, അതൊരു നൈപുണ്യമാണ്. അതിൽ നമ്മുടെ പെരുമാറ്റത്തിനാണ് അറിവിനേക്കാൾ പ്രാധാന്യമുള്ളത്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നല്ല പെരുമാറ്റശീലങ്ങളുള്ള ഒരാൾക്ക് ഉയർന്ന നിലയിലെത്താൻ സാധിക്കും. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പെരുമാറ്റമാണോ കഴിവുകളാണോ ഒരു വ്യക്തിയെ വിജയിപ്പിക്കുന്നത്? നിങ്ങൾ അപ്ഡേറ്റ് ആയ വ്യക്തിയാണോ? നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകൾ എത്ര തവണ അപ്ഡേറ്റ് ആവാറുണ്ട്? നമ്മുടെ ഫോണുകളും കമ്പ്യൂട്ടറുകളും നമ്മെ മികച്ചതാക്കാൻ വേണ്ടി നിരന്തരം പുതിയ പതിപ്പുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ ജീവിതം എത്രത്തോളം അപ്ഡേറ്റ് ആകുന്നുണ്ട്? ഒന്നോർക്കുക, നിങ്ങളുടെ ഇന്നത്തെ പ്രവൃത്തികളല്ല, ദൈനംദിന ശീലങ്ങളാണ് നിങ്ങളുടെ നാളത്തെ വിജയം നിർണ്ണയിക്കുന്നത്. ഇന്ന് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് മെച്ചപ്പെടേണ്ടത് എന്ന് നോക്കാം. വിജയം ഒരു ഒറ്റരാത്രി പ്രതിഭാസമല്ല. നമ്മളിൽ പലരും വിചാരിക്കുന്നത് വലിയൊരു ലക്ഷ്യം നേടുമ്പോഴോ വലിയൊരു നേട്ടം കൈവരിക്കുമ്പോഴോ ആണ് നമ്മൾ വിജയിക്കുന്നത് എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യമതല്ല. ജയം എന്നത് ദൈനംദിന ശീലങ്ങളുടെ ഫലമാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല അത്. നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത് വലിയ തീരുമാനങ്ങളല്ല, ചെറിയ ശീലങ്ങളാണ്. ഓരോ നിമിഷവും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ചേർന്നാണ് നിങ്ങൾ ആരായി മാറും എന്ന് നിർണ്ണയിക്കുന്നത്. ഒരു ദിവസം നിങ്ങൾ ഒരു പേജ് വായിക്കുന്നു, ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ 7 പേജ് വായിച്ചു. ഈ ചെറിയ ശീലമാണ് നിങ്ങളെ ഒരു മികച്ച വായനക്കാരനാക്കി മാറ്റുന്നത്. നേട്ടമല്ല, വ്യക്തിത്വമാണ് പ്രധാനം. ശീലങ്ങൾ മാറ്റാനുള്ള ഏറ്റവും മികച്ച വഴി നിങ്ങൾ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നു എന്നതിലുപരി നിങ്ങൾ ആരായി മാറാൻ ആഗ്രഹിക്കുന്നു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. ഒരു എഴുത്തുകാരനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം ഒരു പുസ്തകം എഴുതി തീർക്കലാവരുത്. നിങ്ങളുടെ ശ്രദ്ധ എഴുത്തുകാരൻ എന്ന വ്യക്തിത്വത്തിലായിരിക്കണം. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന വോട്ടാണ്. ആരോഗ്യവാനായ ഒരാളായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഒരു പഴം കഴിക്കുന്നത് ആരോഗ്യവാനായ വ്യക്തിക്ക് നിങ്ങൾ നൽകുന്ന ഒരു വോട്ടാണ്. നിങ്ങൾ എടുക്കുന്ന ഓരോ ചെറിയ തീരുമാനവും ആ വ്യക്തിത്വത്തിന് ശക്തി നൽകുന്നു. ഓർക്കുക, നിങ്ങളുടെ തന്നെ മികച്ച പതിപ്പായി മാറാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങളെ സദാ തിരുത്തി എഴുതേണ്ടി വരും. ഇന്നലെ നിങ്ങൾ വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇന്ന് തെറ്റായിരിക്കാം. മാറ്റത്തിന് സന്നദ്ധനാവുക. മാറാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ. പണത്തെക്കുറിച്ചുള്ള ക്ലാസിക്കായ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന പുസ്തകം ഒരു സുപ്രധാന പാഠം പഠിപ്പിക്കുന്നു. സദാ മാറ്റത്തിനും മെച്ചപ്പെടലിനും സന്നദ്ധരായിരിക്കുക. മാറ്റമില്ലാത്തവരായി ആരും തുടരരുത്. അല്ലാത്തപക്ഷം അവർ പിന്തള്ളപ്പെട്ടു പോകും. ലോകം മുന്നോട്ട് കുതിക്കുമ്പോൾ നിങ്ങളുടെ അറിവും പെരുമാറ്റവും പഴയ പതിപ്പിൽ തന്നെ തുടർന്നാൽ നിങ്ങൾ സ്വാഭാവികമായും പിന്നോട്ട് പോകും. അതുകൊണ്ടാണ് നിങ്ങൾ സദാ അപ്ഡേറ്റ് ആകണം എന്ന് പറയുന്നത്. ആ പുസ്തകം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുടെ ഒരു ശ്രേണിയായി ജീവിതത്തെ കാണുകയും അവയെ പരിഹരിക്കുകയും ചെയ്യുന്നവനാണ് ഒരു സ്വതന്ത്ര മനുഷ്യൻ. ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ അവയെ വെല്ലുവിളിയായി കണ്ട് പരിഹരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക. നിങ്ങൾ ആരായി മാറാനാണ് ആഗ്രഹിക്കുന്നത്? ആ വ്യക്തിത്വത്തിന് വേണ്ടി ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ ശീലം എന്താണ്?
ഒരു പഴയ പതിപ്പായി ഒതുങ്ങിപ്പോകാതെ എന്നും മെച്ചപ്പെട്ട ഒരു പുതിയ പതിപ്പായി മാറുക. നിങ്ങൾ ആരായി മാറാനാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ഏറ്റവും മികച്ച ശീലം എന്താണ്? യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ എതിരാളി നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് മത്സരിക്കേണ്ടത്. നമ്മുടെ ഏറ്റവും പ്രയാസമേറിയ ജോലി ഏതാണെന്നറിയാമോ? സ്വയം നിയന്ത്രിക്കുക എന്നതാണ്. എങ്ങനെയാണ് നിങ്ങളുടെ വികാരങ്ങളെ വിജയത്തിനായി ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുക എന്നത് എളുപ്പമാണ്. പക്ഷേ സ്വന്തം തെറ്റ് കാണുക വിഷമകരമാണ്. തെറ്റ് അഭിമാനമായി തോന്നുന്ന ഒരു കാലഘട്ടമാണിത്. ഇവിടെയാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകത്തിലെ പാഠങ്ങൾ പ്രസക്തമാകുന്നത്. വികാരങ്ങളാണ് നമ്മെ മനുഷ്യരാക്കുന്നത്. നമുക്ക് എപ്പോഴും ഭയം, ആഗ്രഹം തുടങ്ങിയ വികാരങ്ങളുണ്ടാകും. മിക്കവരും ഈ വികാരങ്ങളെ തങ്ങൾക്ക് എതിരായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഭയം വരുമ്പോൾ പലരും വരുമാനത്തിനും തൊഴിൽ സുരക്ഷയ്ക്കും വേണ്ടി അവർ സ്വന്തം വികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു. ഇത് കഴുതയ്ക്ക് മുന്നിൽ ക്യാരറ്റ് കാണിച്ച് വണ്ടി വലിപ്പിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: നിങ്ങളുടെ വികാരങ്ങളോട് സത്യസന്ധത പുലർത്തുക. അവയെ നിങ്ങളുടെ നേട്ടത്തിനായി ദീർഘകാലത്തേക്ക് ഉപയോഗിക്കുക, അല്ലാതെ ചിന്തയെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. വികാരങ്ങളോട് പ്രതികരിക്കുന്നവനാകാതെ ഒരു നിരീക്ഷകനാകാൻ പഠിക്കുക. പ്രതികരണം വൈകിപ്പിക്കാനും ചിന്തിക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ മാറ്റത്തെ ഭയന്ന് പിന്മാറരുത്. ഒരുപക്ഷെ തുടക്കത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും നിങ്ങൾ മാറാൻ തയ്യാറായാൽ അതിലും മികച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. മാറ്റം അനിവാര്യമാണ്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്: അഹങ്കാരം എത്ര കുറയുന്നോ ബിസിനസ് അത്രയും വർദ്ധിക്കും. നമ്മുടെ തോന്നലുകളാണ് ആദ്യം മാറേണ്ടത്. ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി എന്നുള്ള തോന്നൽ ഉപേക്ഷിക്കുക. പകരം സ്വയം എളിമയുള്ളവരായി മാറുക. തല താഴ്ത്തി നിൽക്കുക, എങ്കിൽ നിങ്ങൾ നേരെ നിൽക്കും. ശൂന്യമായിരിക്കുക, നിങ്ങൾക്ക് പൂർണ്ണത കൈവരും. ദി സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകവും ഇതുതന്നെയാണ് പറയുന്നത്. ഒരു ആഡംബര കാറോ വാച്ചോ വാങ്ങുന്നതിൽ കാര്യമില്ല. നിങ്ങളുടെ സമ്പാദ്യങ്ങൾ കണ്ട് ഭ്രമിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. റെസ്പെക്ട് നിങ്ങൾക്ക് ലഭിക്കുക ദയയിലും വിനയത്തിലും കൂടിയാണ്, അല്ലാതെ കാറിന്റെ വലിപ്പം കൊണ്ടോ വാച്ചിന്റെ ഗുണം കൊണ്ടോ അല്ല. ആഡംബരം കുറയ്ക്കുക. എല്ലാ ദുശീലങ്ങളും ഒഴിവാക്കുക. ദുഃഖത്തെക്കാൾ നല്ലത് ചെറിയ കരുതലാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ദുരിതങ്ങൾ ഒഴിവാക്കാൻ ചെറിയ കാര്യങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധിക്കുക. ശ്രമിക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. ഇന്ന് തന്നെ നിങ്ങളുടെ ദുശീലങ്ങൾ നിർത്തുക. തെറി പറയുന്നത്, നെഗറ്റീവ് ചിന്തിക്കുന്നത് എല്ലാം നിങ്ങളുടെ മനസ്സിന്റെ വളർച്ചയെ തടയുന്ന കാര്യങ്ങളാണ്. ദുശീലങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. നിങ്ങൾ ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് സ്വയം ചിന്തിക്കുക.